ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് കയറിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഓയിൽ ലീക്കാണ്. വണ്ടി സൈഡ് സ്റ്റാൻഡിലൊക്കെ വയ്ക്കുന്ന സമയത്ത് എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് താഴെ ഓയിൽ ചാടി കിടക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ഉണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. സ്റ്റാർട്ടിങ്ങിൽ മിസ്സിങ്ങിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പിക്കപ്പ് കുറവ് പറയുന്നുണ്ട്. ജനറലായിട്ട് സർവീസ് പറഞ്ഞിട്ടുണ്ട്, വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്, സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, സെൽഫ് ഇടയ്ക്ക് വർക്ക് ചെയ്യില്ല എന്നുള്ള ദിവസം പറഞ്ഞിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്ക് റിയർ കൗൾ സെറ്റിൻ്റെ ചെറിയൊരു സൗണ്ടാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓടിച്ചു നോക്കുന്ന സമയത്ത് സെൽഫ് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല. പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് തീർന്നിട്ട് ഡിസ്ക് പ്ലേറ്റുമ്പോൾ കയറി ഒരയണ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. അങ്ങനെ 1-2 കംപ്ലയിൻസുകളാണ് മെയിനായിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് അയച്ചിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ ലീക്കിൻ്റെ കണ്ടീഷൻ നോക്കാനായിട്ട് അയച്ചിട്ടുണ്ട്, സെൽഫ് മോട്ടറിൻ്റെ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്, അതിൻ്റെ സർവീസിൻ്റെ ഒരു വീഡിയോ റിപ്പോർട്ടാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ടൊന്ന് കണ്ടിരിക്കുക. നമുക്കതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് പുതിയ ലൈനറാണ്. ഒറിജിനൽ ലൈനറൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്. പക്ഷേ പുതിയ ലൈനറാണ്. അപ്പോൾ നമുക്കത് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. നമുക്കുണ്ടല്ലോ ഈ മാതിരി ലൈനറൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് കുറേ കൂടി നല്ലത്. പറയാൻ കാരണം ശരിക്കും ഈ ലൈനർ ഒരയുമ്പോൾ തന്നെ പൊടിക്ക് ശരിക്കും നല്ല രീതിയിലൊരു റഫ്നെസ് ഉണ്ട്. അത് നമ്മുടെ ഹബ്ബ് കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ളൊരു കാരണമാവും. ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീലിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് അതിൻ്റെ ലൈനർ വരാം. അപ്പോൾ നമ്മൾ ഈ ബ്രേക്ക് പിടിക്കുന്നതിൻ്റെ അനുസരിച്ചിട്ട് ആ ഹബ്ബിനകത്ത് ഈ ലൈനർ വന്ന് പറയുമ്പോൾ നമുക്ക് വണ്ടി ബ്രേക്ക് ആവണേ. ഇപ്പം തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഇതിനകത്ത് ഈ കാണുന്ന പൊടിയുണ്ടല്ലോ, അത്യാവശ്യം ഒരു റഫ്നെസ് ഉണ്ട്. നമുക്കങ്ങനെ നോക്കുമ്പോൾ അതങ്ങനെ കിടന്ന് ഓടി ഈ ഹബ്ബിന് തേമാനം വരും, ഈ സാധനത്തിന് തേമാനം വരും. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ശരിയും അലൈ വീലുമ വന്നായിട്ടാണ്. അപ്പോൾ നമുക്കൊരു റിപ്പയറിംഗ് ഒക്കെ മെയിൻ്റനൻസ് ഒക്കെ വന്നാൽ കോസ്റ്റ്ലി ആണോ, എന്നാലും വീല് മാറ്റേണ്ടി വരും. അതല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ലേറ്റി കൊടുത്ത് റെഡിയാക്കി എടുക്കേണ്ടി വരും, കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കേട്ടോ. അത് ഇപ്പം നിലവിൽ കുഴപ്പമില്ല. ഈ ലൈനർ ഇങ്ങനത്തെ കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ആ പ്രോബ്ലം വരാൻ മെയിനായിട്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് ലൈനർ ഇപ്പോൾ പുതിയത് നമ്മളെന്തെങ്കിലും മേടിച്ചേക്കാണ്, ഫുള്ള് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയിടാം. അതിന് ശേഷം പിന്നീട് നമ്മൾ മാറ്റിയിടുമല്ലോ. ഇനിയിപ്പം ലൈനർ മാറ്റണ സമയത്ത് ഒറിജിനൽ ഹോണ്ടയുടെ കമ്പനി ആയിട്ട് ഇടാം, അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഇതാവുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ കമ്പനി ഐറ്റത്തിൻ്റെ തന്നെ ഏകദേശം അത്ര തന്നെ വിലയുണ്ടാവും. പക്ഷേ ക്വാളിറ്റി ബേസിൽ വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. പിന്നെ ചെയിൻ ചെറിയൊരു ലൂസ് ഉണ്ട്. ചെയിൻ പുതിയ ചെയിനാണ് നമുക്ക് കിടക്കണേ. അപ്പോൾ ചെയിൻ ചെറിയ ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിടാം. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം പൊടി കയറി നല്ല രീതിയിൽ ബ്ലോക്കാണ്. തന്നെയല്ല നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഈ ബോക്സ് ഉണ്ടല്ലോ, എയർ ഫിൽറ്റർ ബോക്സിൻ്റെ ഭാഗത്ത് വെള്ളം ഇറങ്ങിയിട്ട് ആ നെറ്റൊക്കെ തുരുമ്പിട്ട് ഓട്ടയായേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ മുകളിലത്തെ ഈ കവറായിട്ട് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. ഫുൾ ബോക്സ് മാറണ്ട, മുകളിലത്തെ ഈ കവറായിട്ട് മേടിക്കാൻ കിട്ടും. അതും അതിൻ്റെ ആ മുകളിലത്തെ ക്യാപ്പും ആ റബ്ബറൊക്കെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം പക്ക ക്ലിയറായി പോകും. കാരണം എന്താ വെച്ചാൽ എയർ ഫിൽറ്റർ സെക്ഷനൊക്കെ എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. കാരണം അത് നമ്മുടെ വണ്ടിയുടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ വഴിക്കാണ് ശരിക്കും കാർബറേറ്ററിലേക്കും എൻ്റെ എഞ്ചിൻ ഹെഡിലേക്കൊക്കെ എയർ വലിച്ചെടുക്കണം. അപ്പോൾ ആ ഭാഗം എപ്പോഴും നീറ്റായിട്ടിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ശരിക്കും ഒക്കെ തുരുമ്പിട്ടൊക്കെ ഇരിക്കണം വെള്ളം ഇറങ്ങിയിട്ട്. അപ്പോൾ അതൊക്കെ ഓൾറെഡി അതിൻ്റെ ഉള്ളിലേക്ക് ആ എയർ സക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു കയറി പോകാനൊക്കെ ഉള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഐറ്റം കൂടി നമുക്ക് മാറ്റിയിടാനുള്ള രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഞാൻ ഇട്ടേക്കാം. എയർ ഫിൽറ്റർ മാറ്റണം. അതിൻ്റെ ഈ മുകളിൽ തന്നെ ഈ ഒരു ഇതും അതിൻ്റെ മുകളിൽ തന്നെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്ന അടപ്പ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ആക്കാം. അതായിരിക്കും കുറേ കൂടി നല്ലത്. അടപ്പ് ക്ലിയറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അടയുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് തന്നെ എടുക്കാം. അത് ഞാൻ നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാം. പിന്നെ ബാറ്ററി നമുക്ക് മിൻ്റയുടെ ബാറ്ററി ഇരിക്കണേ, യൂനോ മിൻ്റ എന്ന് പറഞ്ഞ കമ്പനിയുടെ ബാറ്ററി ഇരിക്കണേ. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് നോക്കി, 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. 13.15 അതിൻ്റെ റേഷ്യോ കാണിക്കുന്നത്. അത് നമ്മൾ ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി വോൾട്ട് നമുക്ക് എത്രത്തോളം കുറയണമെന്നുള്ള ദിവസമാണ് നോക്കണം. ലോഡ് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സെൽഫൊക്കെ അടിക്കുമല്ലോ, സെൽഫ് അടിക്കുമ്പോൾ എഞ്ചിൻ ലോഡായിട്ട് പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ആവാനായിട്ട് ശ്രമിക്കും. ആ സമയത്ത് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് സെൽഫ് മോട്ടർ എത്ര വോൾട്ട് എടുക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ലോഡ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് വോൾട്ട് നേരെ 9.32 വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും 8.5 വോൾട്ടിൽ താഴെ പോയാലാണ് കംപ്ലയിൻറ്റ്. ഇപ്പോൾ നിലവിൽ ഒരു കംപ്ലയിൻ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല മോട്ടറിനകത്ത്. ചെറിയ വേരിയേഷൻസ് ഉണ്ട് എന്ന് മാത്രം. അപ്പോൾ അതൊരു കംപ്ലയിൻ്റ് ഒന്നുമല്ല, ജസ്റ്റ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ജനറൽ സർവീസായിട്ട് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. ബാറ്ററിയുടെ കണ്ടീഷനിൽ ഇപ്പോൾ പറഞ്ഞാൽ 9.5 തൊട്ട് താഴെയാണ് നിൽക്കണേ ലോഡ് ചെയ്യുന്ന സമയത്ത് കേട്ടോ. അല്ലാത്ത സമയത്ത് 13 വോൾട്ട് ഒരു വന്നുണ്ട്. അപ്പോൾ നിലവിൽ ബാറ്ററി കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട് വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ക്ലച്ച് സൈഡ് നമ്മുടെ എന്തോ ഒരു വർക്കിന് വേണ്ടി അയച്ചിട്ടുണ്ട്. ഒന്നുള്ള ക്ലച്ച് ഡിസ്ക് മാറാനൊക്കെ ആയിരിക്കാം. നമ്മളത് അഴിച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഈ ഗ്യാസ്കറ്റൊക്കെ മാറ്റി, ഇത് പുതിയ ഗ്യാസ്കറ്റൊക്കെ കിടക്കണം. കമ്പനി ഒറിജിനലൊന്നുമല്ല, ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഗ്യാസ്കറ്റുകൾ നമുക്ക് കിടക്കണം മെയിനായിട്ട്.
അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആ കവർ അഴിച്ച് ഗ്യാസ്കറ്റ് മാറ്റി ശരിക്കും സാധാരണ ലീക്കേജ് വരുമ്പോൾ ഈ ഭാഗത്തൊക്കെ ഈ കറക്റ്റ് വളരെ നേരത്തെ ഒട്ടും വീതി കുറവായിട്ടുള്ള ഭാഗം ആയതുകൊണ്ട് ഈ സൈഡൊക്കെ സ്വാഭാവികമായിട്ട് ഗ്യാസ്കറ്റ് ബഡ്ജായി പോവുകയോ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് പൊട്ടിയൊക്കെ ഇരിക്കേണ്ടെങ്കിൽ അതിൽ കൂടെ ഓയിൽ ലീക്ക് നല്ല രീതിയിൽ വരും. അപ്പോൾ അതാണെന്നുള്ള ധാരണയിൽ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. അപ്പോൾ അഴിച്ച് നോക്കുമ്പോൾ ഓൾറെഡി ഗ്യാസ്കറ്റ് ഡാമേജ് ഉണ്ട്. അതിനേക്കാൾ ഉപരി നിലവിൽ നമുക്ക് വണ്ടിക്ക് വേറൊരു പ്രോബ്ലം വന്നതാണ്. അത് കൃത്യമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എൻജിൻ കേസിൻ്റെ ഈ ഭാഗത്തായിട്ട് എൻജിൻ കേസ് പൊട്ടിയിരിക്കണം. ഈ സൈഡ് ഇതിവിടെ ഒരു ചിന്നൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടുണ്ട്. നമ്മൾ ഈ താഴത്തെ സൈഡിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതുണ്ട്, ഈ കാണുന്ന ഭാഗം ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിയിരിക്കണം ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്യാസ്കറ്റ് മാറ്റി ഇട്ടത് കൊണ്ട് ഓയിൽ ലീക്ക് 100% മാറില്ല. കാരണം ഞാൻ വണ്ടി ഹീറ്റ് ആവണ സമയത്ത് ഇപ്പോൾ ചൂടായിട്ടൊക്കെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ചൂടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ മെറ്റലൊക്കെ എക്സ്പാൻഡ് ആവുമല്ലോ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഓയിൽ ഉറപ്പായിട്ടും പുറത്തേക്ക് വരും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന നല്ല രീതിയിലുള്ള ചിഹ്നലല്ലേ കാണുന്നത്. ഇത് ഇവിടെ ഒക്കെ നോക്കുമ്പോൾ ഇവിടെ ഒരു പൊട്ടൽ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും നമുക്ക് അത്ര നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ഉണ്ട്. കാരണം വണ്ടി കൊണ്ടുവന്ന് വെച്ചൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നല്ലവണ്ണം ഓയിൽ താഴേക്ക് ചാടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്ന കേസിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്താലും നോർമലായിട്ടൊരു രീതിയിലേക്ക് ഓയിൽ ലീക്ക് മാറില്ല. അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗ്യാസ്കറ്റ് വന്ന് അടയുന്ന ഭാഗത്തുള്ള എൻജിൻ കേസാണ് പൊട്ടിയേക്കണേ. അപ്പോൾ ഈ എൻജിൻ കേസ് മാറ്റി പുതിയതിട്ടാലാണ് 100% നമുക്ക് ഓയിൽ ലീക്ക് മാറും എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ക്രാക്കുള്ള ഒരു എൻജിൻ കേസുമ്പോൾ നമ്മൾ എന്ത് ചെയ്താലും അത് ക്ലിയർ ആവില്ല. അപ്പോൾ ഇത് അഴിച്ച് ഗ്യാസ്കറ്റ് ഈ എൻജിൻ കേസ് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഫുൾ എൻജിൻ നമ്മൾ അഴിക്കേണ്ടതായിട്ട് എൻജിൻ കേസ് പൊട്ടിയിരിക്കണതുകൊണ്ട് അത് മാറ്റണമെന്നുണ്ടെങ്കിൽ എൻജിൻ മൊത്തം പീസാക്കിയിട്ട് റീസെറ്റ് ആക്കണം. അപ്പോൾ നിലവിൽ നമ്മുടെ വണ്ടിയുടെ എൻജിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്നുള്ള ദിവസം നമുക്ക് അതിൻ്റെ ഹിസ്റ്ററി കറക്റ്റായിട്ട് അറിയില്ല. സിലിണ്ടർ പിസ്റ്റൻ്റെ ഒക്കെ ആ കണ്ടീഷനൊക്കെ നമുക്ക് അറിയില്ല. അപ്പോൾ അത് അഴിച്ച് നോക്കുമ്പോൾ ആണ് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് അതിന് കോസ്റ്റ് എമൗണ്ട് വരും നിലവിൽ കേട്ടോ. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ ചെയ്താലാണ് 100% അത് ക്ലിയർ ആവുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ അതിനൊരു ഗമ്മിട്ടിട്ട് ഒട്ടിച്ച് നോക്കാം. കാരണം ഇപ്പോൾ ഈ ഭാഗത്ത് ഡാമേജ് ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെയും അതിൻ്റെ ഉൾഭാഗത്തു കൂടി ഗമ്മിട്ടിട്ട് ഒട്ടിച്ചതിന് ശേഷം ഇന്നിപ്പോൾ ഒട്ടിച്ച് വയ്ക്കുക, നാളെ വൈകുന്നേരത്തൊക്കെ കയറ്റിയിട്ട് ക്ലച്ച് സെറ്റ് ചെയ്ത് ഓയിലൊക്കെ ഫില്ല് ചെയ്യാതെ നോക്കാം. പക്ഷേ 100% നമുക്കൊരു ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ ഈ എൻജിൻ കേസ് മാറ്റി പുതിയ എൻജിൻ കേസ് ഇടാണെങ്കിൽ നമുക്ക് 100% ഉറപ്പ് പറയാം ഓയിൽ ലീക്ക് വരില്ല എന്നുള്ള ദിവസം. പക്ഷേ ഒട്ടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഓയിലാണ് അതിൻ്റെ ഗമ്മൊക്കെ വരാം. കാരണം നമ്മൾ ആ ഭാഗത്ത് ഓയിൽ ഫില്ല് ചെയ്യുമല്ലോ. ഓയിൽ ഫില്ല് ചെയ്യുമ്പോൾ ഭാവിയിൽ ആ സംഭവം എന്തെങ്കിലും അത് ആ ഒട്ടൽ ആ പശയുടെ ഒരു ക്വാളിറ്റിയൊക്കെ പോകാനായിട്ടും ഓയിൽ ലീക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. ഓയിൽ ലീക്കിൻ്റെ മെയിൻ കാരണം എൻജിൻ കേസ് പൊട്ടിയിരിക്കുകയാണ്. പിന്നെ ഈ ഗ്യാസ്കറ്റിൻ്റെ ഈ ഭാഗം ആ വന്നേക്കുന്ന ഭാഗം പൊട്ടിയേക്കുന്നത് കൊണ്ട് കൂടിയാണ് അത്രയും പ്രോബ്ലം, അത്ര നല്ല രീതിയിൽ ഓയിൽ ലീക്ക് കാണിച്ചതിൻ്റെ കേസ്. അപ്പോൾ ഇത് വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. 100% കംപ്ലയിൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, എൻജിൻ കേസ് മാറ്റി പുതിയ എൻജിൻ കേസ് ഇടാം. അതാണ് ചെയ്യാൻ പറ്റുക കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ വണ്ടിക്ക് മിസ്സിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അത് നമ്മുടെ ഈ കാർബറേറ്ററുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലൈൻറ്റാണ്. അത് ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് മാത്രമല്ല ഒട്ടുമിക്ക വണ്ടികളിലും ഇപ്പോൾ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു കംപ്ലയിൻ്റാണ് ഈ മിസ്സിങ്ങിൻ്റെ പ്രശ്നം, പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ്, അങ്ങനത്തെ തന്നെ പ്രശ്നം. അപ്പോൾ നിലവിൽ നമ്മുടെ വണ്ടിക്ക് അത്രയും വലിയൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയാവുന്ന രീതിയിലുള്ള മിസ്സിങ് ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ കിട്ടിയില്ല. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്താൽ കംപ്ലൈൻറ്റ് മാറും, മിസ്സിങ്ങിൻ്റെ കേസ് മാറും. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ ഓവർഫ്ലോ നിലവിലില്ല. ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ കാർബറേറ്ററിനകത്ത് തന്നെ പെട്രോള് അതിൻ്റെ ഉള്ളിലൊരു ഫ്ലോട്ട് വാൽവ് ഉണ്ട്. ആവശ്യത്തിനുള്ള പെട്രോൾ അയക്കുമ്പോൾ വാൽവ് ലോക്കായിട്ട് പെട്രോൾ കൂടുതലായിട്ട് ഇറങ്ങാതിരിക്കും. ഇത് അഴിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുണ്ടല്ലോ ആ സെക്ഷൻ ആ വന്ന ഭാഗം കംപ്ലൈൻ്റ് ആയിട്ട് ഫുൾ ടൈം പെട്രോൾ ഓവർഫ്ലോ വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. വരും എന്ന് ഉറപ്പല്ല ഞാൻ പറയണേ, സാധ്യത കൂടുതലാണ്. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറഞ്ഞാൽ E20 പെട്രോളാണ്. അതായത് എത്തനോളാണ് 20%. 1 ലിറ്റർ പെട്രോളിൽ 200 മില്ലി എത്തനോൾ മിക്സിംഗ് ഉണ്ട്. അതാണ് അതിൻ്റെ റേഷ്യോ പറയുന്നത് കേട്ടോ. എത്തനോളും ഈ അലുമിനിയം ബോഡി ആയിട്ടുള്ള ഈ കാർബറേറ്ററും തമ്മിൽ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഒട്ടുമിക്ക വണ്ടിയുടെയും കാർബറേറ്റർ അഴിക്കുമ്പോൾ കാണുന്നൊരു അവസ്ഥയാണ്, അതിൻ്റെ ഉള്ളൊക്കെ ദ്രവിച്ച പോലെയൊക്കെ ആയിരിക്കും. അപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ അഴിക്കേണ്ട സമയത്ത് മിസ്സിങ്ങിൻ്റെ പ്രോബ്ലമൊക്കെ ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. 100% അതും ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു പരിധി വരെ നമുക്ക് ശരിയാക്കാൻ പറ്റും. പക്ഷേ ഈ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വയ്ക്കാനേ പറ്റുള്ളൂ. കാരണം അത് ഈ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്ന കംപ്ലയിൻറ്റാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു പക്ഷേ കംപ്ലയിൻറ്റ് വന്ന് നമ്മൾ പുതിയ കാർബറേറ്റർ വെക്കണമെന്ന് വരുത്. പുതിയ കാർബറേറ്റർ വെച്ചാലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടണത് ഈ സെയിം പെട്രോളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ഇപ്പം നമുക്ക് അത്ര വലിയൊരു കോംപ്ലിക്കേഷനായിട്ടുള്ള മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നണില്ല. കാർബറേറ്റർ തൽക്കാലം തൊടാതിരിക്കണം നല്ലത്.
പരമാവധി ഉപയോഗിക്കുക. ഒരു രക്ഷയില്ലാത്തൊരു കണ്ടീഷൻ വന്ന സമയത്ത് മാത്രം കാർബറേറ്റർ അഴിക്കണമായിരിക്കും നല്ലത്. കാരണം അത് അഴിച്ചു നോക്കിയതിന് ശേഷം കംപ്ലൈൻ്റ് ആണെങ്കിൽ മാറ്റി പുതിയത് വെക്കാൻ തയ്യാറായിട്ട് വേണം അഴിക്കാനായിട്ട്. അതല്ലാതെ കൊണ്ട് നമ്മളത് അഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് മിക്സിങ്ങിൻ്റെ പ്രോബ്ലം മാറ്റാൻ കരുതി അഴിച്ച് റീസെറ്റ് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ ഒരു വണ്ടി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മുടെ ഒരു അനുഭവം വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. കാരണം കുറേ വണ്ടികൾക്ക് സെയിം കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നതിൻ്റെ കേസ്. പിന്നെ വണ്ടിക്ക് സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സെൽഫിൻ്റെ ശരിക്കും പറഞ്ഞാൽ സെൽഫ് മോട്ടറിൻ്റെയാണ് കംപ്ലയിൻറ്റ്. നമ്മളത് അഴിച്ചു നോക്കുന്ന സമയത്ത് ഇതിൻ്റെ കാർബണൊക്കെ മാറ്റി പുതിയത് ഇട്ടേക്കണതാണ്. പക്ഷേ ഈ സാധനമൊന്നും കമ്പനി ആയിട്ടൊന്നുമില്ല. ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് പാർട്സുകളാണ് നമ്മൾ യൂസ് ചെയ്താണ് എല്ലാ സാധനം തന്നെ. തന്നെയല്ല നമുക്ക് അതിൻ്റെ ഈ സ്ക്രൂ ചെയ്യണ ഭാഗമുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ സെൽഫിൻ്റെ ഈ കാർബൺ സ്ക്രൂ ചെയ്ത് ബോഡിയുമ്പോൾ പിടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ മോട്ടറിൻ്റെ ബോട്ടത്തുമ്പോൾ പിടിപ്പിക്കുന്നുണ്ട്. ആ ഭാഗമൊക്കെ മൊത്തം പൊട്ടിപ്പോയേക്കാണ്. ഇവിടെയും സ്ക്രൂ ആദ്യം പൊട്ടിപ്പോയിട്ടുണ്ട്, ഇവിടെയും പൊട്ടിയിരിക്കണേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കതിൻ്റെ എർത്തിങ് കിട്ടില്ല, മോട്ടോർ വർക്കിംഗ് ആക്കാനായിട്ട് പറ്റില്ല. യഥാർത്ഥത്തിൽ ആ കംപ്ലൈൻറ്റ് 100% മാറണമെന്നുണ്ടെങ്കിൽ സെൽഫ് മോട്ടോർ മാറ്റി പുതിയത് വെക്കുക, അതാണ് അതിന് മാർഗമുള്ളൂ. ഇനി അതല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ മറ്റേ ഈ പൊളിക്കുന്ന വണ്ടി സ്ഥലത്ത് എവിടെയെങ്കിലും പോയിട്ട് സ്ക്രാപ്പ് വണ്ടിയുടെ മോട്ടറിൻ്റെ ഈ പീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് മേടിച്ച് സെറ്റ് ചെയ്ത് കയറ്റുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അത് തപ്പി നോക്കാം, നമ്മളൊരു ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് മാത്രമായിട്ട് തന്നൂന്ന് വരില്ല. നമ്മൾ മോട്ടോർ അസംബ്ലി ആയിട്ട് മേടിച്ചിട്ട് അത് അഴിച്ചെടുക്കേണ്ടതായിട്ടൊക്കെ വരും. ഏറ്റവും ബെറ്റർ ഐറ്റം മേടിച്ച് മാറ്റി പുതിയത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോബ്ലം, ആ തലവേദന അവിടെയും കൊണ്ടങ്ങോട്ട് തീർന്നോളും. സെൽഫ് മോട്ടറുമായി ബന്ധപ്പെട്ട് കംപ്ലൈൻറ്റ് കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചു. അതൊക്കെ നമുക്ക് ജനറൽ സർവീസിലുള്ളവർക്കാണ് പ്ലഗ് ക്ലീനിങ് ഒക്കെ. അതിനുവേണ്ടി അഴിച്ച് നോക്കുന്ന സമയത്ത് നമുക്കിതുമ്പോൾ ഉപയോഗിച്ചേക്കണ പ്ലഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്ലഗ് അല്ല. ശരിക്കും ഇതിൻ്റെ പ്ലഗ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നീട്ടം വരും. ഏകദേശം പ്ലഗിന് ഇത്ര നീട്ടം ഉണ്ടാവും. ഇത് ഇത്ര ഡിസ്റ്റൻസിൽ വന്ന പ്ലഗ്ഗാണ്, ലോങ് ത്രെഡ് പ്ലഗ്ഗാണ്. നമുക്ക് യൂണിക്കോണിനൊക്കെ വരാം. ഇതിട്ടാണത് പഴയ മോഡൽ 100cc മോഡൽ ബൈക്കുകൾക്ക് വന്ന പ്ലഗ്ഗാണ്. അതേപോലെ തന്നെ പഴയ മോഡൽ ആക്റ്റീവയ്ക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്ലഗ്ഗാണ് അത് വെട്ടാണ്. അപ്പോൾ അതിൻ്റെ ഈ പ്ലഗിൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അറിയാം, ആ ത്രെഡ് നമ്മൾ ഈ പ്ലഗ് ത്രെഡ് അയച്ച ഭാഗം ഓക്കെയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ആ ത്രെഡിനകത്തൊക്കെ ഫുള്ള് കരി കയറി ആ ബ്ലോക്ക് ആയേക്കുന്ന സിറ്റുവേഷൻ ഇപ്പോൾ നിലവിൽ കാണും. ഈ പ്ലഗ് എത്രയും പെട്ടെന്ന് മാറ്റിയിടണം. കാരണം എന്ന് വെച്ചാൽ ഈ പ്ലഗ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അത്രയും ഫയറിങ് ഉള്ളിലേക്ക് കയറിയിട്ടാണ് അതിൻ്റെ ഫയറിങ് നടന്നുകൊണ്ടിരിക്കുക. 100% പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ പ്ലഗ് എന്തെങ്കിലും മാറ്റുമ്പോൾ എന്നുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഈ പ്ലഗ് ഇടുന്നതിനേക്കാളും ലോങ് ത്രെഡ് പ്ലഗ് ഒന്ന് കുറച്ചുകൂടി നീട്ടുണ്ടല്ലോ, ആ ബാലൻസ് വന്ന ത്രെഡിലൊക്കെ കരി കയറിയിട്ട് ആ ത്രെഡ് മൊത്തം കവർ ചെയ്തിരിക്കുകയാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇടാൻ പറ്റുമെന്നുള്ള കേസ്. നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ആ പ്ലഗുമായി ബന്ധപ്പെട്ട് വന്ന പ്രോബ്ലംസ് കേട്ടോ. പിന്നെ നമുക്കതിൻ്റെ സെൽഫ് മോട്ടറിൻ്റെ കേസ് ഞാൻ പറഞ്ഞു. ഡിസ്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് വണ്ടി ഓടുന്ന സമയത്ത് ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഉരയണ സൗണ്ട് വരുന്നുണ്ട്. അത് ബ്രേക്ക് പാഡ് സെറ്റിൻ്റെയാണ്. നമ്മൾ നോക്കുമ്പോൾ ബ്രേക്ക് പാഡ് ഫുള്ള് തീർന്നേക്കണത്. ഇതിവിടെ മെറ്റൽ ആ പ്ലേറ്റുമ്പോൾ കയറിയിട്ട് ഇവിടെ ടച്ചായിട്ട് ഉരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ആ ഉരച്ചിൽ സൗണ്ട് വന്നതിൻ്റെ കാരണം കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് ഓക്കെയാണ്. കോൺസെപ്റ്റൊക്കെ വേറെ പ്രോബ്ലം. കോൺസെപ്റ്റ് പൊടിക്ക് അടിയുണ്ട്, നമുക്ക് തൽക്കാലം ടൈറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ ഈ ഹോണ് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഹോൺ സ്വിച്ച് അസംബ്ലി ഉണ്ടല്ലോ, ഈ സാധനം ഇതിങ്ങനെ വെറുതെ കിടന്ന് ഇതിൻ്റെ സ്പ്രിങ്ങിൻ്റെ ആക്ഷനൊക്കെ പോയിട്ട് ഈ ഒരു അവസ്ഥയിൽ കിടക്കണേ. അപ്പോൾ അത് നമുക്ക് സ്വിച്ച് അസംബ്ലി വേറെ ഒന്നും ചെയ്യലടക്കില്ല, മാറ്റിയിടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് നമ്മുടെ അടുത്തൊന്ന് പറയാം. ഇതൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതനുസരിച്ചിട്ട് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. പിന്നെ അതിൻ്റെ ഈ സൈഡ് കവർ, ലെഫ്റ്റ് സൈഡിലെ കവറിൻ്റെ ഭാഗം ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട് ഈ സൈഡ്. അപ്പോൾ അത് നോക്കാം. പിന്നെ ക്ലച്ച് കേബിള് ഈ സൈഡ് വരുമ്പോഴത്തേക്കും ഇവിടെ ഔട്ടർ പൊട്ടിയുണ്ട് ഈ സൈഡിൽ വരുമ്പോഴത്തേക്കും. അതെന്തെങ്കിലും മാറ്റിക്കളയാം കേട്ടോ. കാരണം അത് ക്ലച്ച് ലോഡായിട്ട് കിടന്ന് ഓടാനായിട്ടൊരു കാരണമായിട്ട് വരും. പിന്നെ വണ്ടിയുടെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. അത് സ്പീഡും കിലോമീറ്ററും നമുക്ക് അറിയാനായിട്ട് പറ്റുന്നില്ല. ശരിക്കും നമ്മുടെ വണ്ടിയുടെ മെയിൻ്റനൻസുകളെല്ലാം തന്നെ വരുന്നത് കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇത് ഓൾറെഡി വർക്കിംഗ് അല്ല. നമ്മൾ അഴിച്ച് നോക്കുന്ന സമയത്ത് മീറ്റർ മെക്കാനിസം സ്റ്റെക്കാണ്. അപ്പോൾ അത് റിപ്പയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെക്കാനിസമായിട്ട് മേടിക്കാൻ കിട്ടും. ആ മെക്കാനിസം കേബിളും ഗിയർ സെറ്റും മാറ്റിയിടാണെങ്കിൽ മീറ്റർ വർക്കിംഗ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ കേസും വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിനകത്ത് ഏതൊക്കെയാണ് വേണ്ടത്, ഏതെങ്കിലും ഒഴിവാക്കേണ്ട കേസുകളുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളൊക്കെ പറയാം. അതേപോലെ തന്നെ ആ എഞ്ചിൻ ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻസിന് അത് എന്താ ചെയ്യേണ്ടത്, തൽക്കാലം നമുക്ക് പശിട്ട് നിർത്തിയാൽ മതിയോ, ഞാൻ അതല്ലെങ്കിൽ എഞ്ചിൻ അഴിക്കേണ്ടതായിട്ടുണ്ടോ, അതെങ്ങനെയാണെന്ന് വെച്ച് നോക്കിയിട്ടൊക്കെ ഒന്ന് പറയണം. പിന്നെ ഈ സിലിണ്ടറിൻ്റെ ഈ ഭാഗത്തും ലീക്കൊക്കെ ഉണ്ട് ഈ സൈഡിൽ കേട്ടോ. അതൊക്കെ നമുക്കിപ്പോൾ തൽക്കാലം ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട. എഞ്ചിൻ അഴിക്കുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ കൂടെ അതൊക്കെ ക്ലിയറായിട്ട് പൊക്കോളും.
എഞ്ചിന് അഴിക്കുക എന്ന് പറഞ്ഞാലേ സ്വാഭാവികമായിട്ട് എഞ്ചിൻ അഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മളൊരു ഫുൾ എഞ്ചിൻ വർക്കിൻ്റെ ഒരു രീതിയിൽ വേണം അഴിക്കാനായിട്ട്. അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ നമുക്ക് അറിയാൻ പറ്റില്ല. അതല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, ഗ്യാസ് മറ്റേ ഗമ്മിട്ടിട്ട് തൽക്കാലം നമുക്ക് ഒട്ടിക്കാം. പക്ഷേ ലീക്കേജ് വരാനുള്ള സാധ്യത നമ്മൾ അറിഞ്ഞിരിക്കുക. സാധ്യത 90% ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ വണ്ടിയുടെ ഓവറോൾ ഒരു കണ്ടീഷൻ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയാം. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ഏകദേശം എത്ര ചിലവ് വരുമെന്നൊരു ഐഡിയ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ കണ്ടിട്ട് കോൺടാക്ട് ചെയ്യാൻ പറയണതിൻ്റെ ദിവസം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം. അതും പ്രകാരം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ.